അല്ല, നിങ്ങളിത് എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ കിടന്നോളൂ. താഴെ കിടന്ന ശീലം ഉണ്ടാവില്ല. ഞാൻ അവിടെ കിടന്നോളാം. ഏയ് അതൊന്നും കുഴപ്പമില്ല, ഞാൻ താഴെ കിടന്നോളാം. ഞാൻ പറഞ്ഞു കേട്ടില്ലേ? പ്ലീസ് നിങ്ങൾ മോളിൽ കിടന്നോളൂ, ഞാൻ താഴെ കിടന്നോളാം. ഏയ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാൽ അതെങ്ങനെ ശരിയാ? കിടന്നോളാം. അല്ല, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താ? വെയിറ്റ്. ആഞ്ജനേയ, അങ്ങേക്ക് അറിയാലോ ഞാനൊരു ബ്രഹ്മചാരിയാണ്. അത് ഇതിൽ മുഴങ്ങുന്ന ശബ്ദം എന്നെ ഓർമ്മിപ്പിച്ചോണ്ടേയിരിക്കും. വാവ്, സമ്മതിച്ചേ പറ്റൂ. നിനക്കപ്പോ ബുദ്ധിയൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. പണി ഇനിയും തീർന്നിട്ടില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ. എന്താ സൂര്യ ചേട്ടാ? നീ പറഞ്ഞ ശരിയാ. തല്ലും ബഹളവും കൊണ്ടൊന്നും നടത്തിയെടുക്കാൻ പറ്റാത്തൊരു കാര്യം സൗഹൃദം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് മാഡം എന്നോട് കുറെ സംസാരിച്ചു. താങ്ക്സ് എടാ. ആൻഡ് ഗുഡ് നൈറ്റ് മോനെ. കൊള്ളാലോ ബ്രഹ്മചാരി, ഒറ്റ ദിവസം കൊണ്ട് ചേച്ചിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയോ? കൊള്ളാം. എന്നാലേ ഈ ഫ്രണ്ട്ഷിപ്പ് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തുറക്കും. ഇനിയിപ്പോ വലിയ പ്രശ്നം വരില്ല. മാഡത്തിന് എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം. അതെ, ഇനി ചേട്ടത്തെ അച്ഛന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളും. അത് വണ്ടിയുടെ ഗ്യാരണ്ടിയാണ്. ബൈ.